ലെസൺ 4 മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സ്വമേധയാ വിദേശ ഭാഷകൾ പഠിച്ചിരുന്നവർ ആശ്രയിച്ചിരുന്നത് ഡിക്ഷണറികളും ഗ്രാമർ പുസ്തകങ്ങളുമായിരുന്നു. ഇത്തരം ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡാണ് പിന്നീട് സ്കൂളുകളിലേക്ക് അഡോപ്റ്റ് ചെയ്തത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മോഡൽ ജനപ്രിയമായതോടെ ലിറ്റററി വർക്ക്സ് ഫോറിൻ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഘടകമായി മാറി. കാരണം ലിറ്റററി വർക്ക്സ് നല്ല എഴുത്തുകൾ കാഴ്ചവെക്കുകയും ലാംഗ്വേജിൻ്റെ ഗ്രാമർ റൂൾസ് പഠിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഫ്രാൻസ് ആൻഡ് H.G. ഒലൈൻഡ്രഫ് തുടങ്ങിയവരുടെ ലിറ്റററി ടെക്സ്റ്റുകൾക്ക് 1796-1803 കാലഘട്ടങ്ങളിൽ മികച്ച വിജയം തന്നെയായിരുന്നു. ജർമ്മനിക്കാരൻ ഫ്രാൻസ് ആൻഡ് പുതിയ പ്രാക്ടിക്കലിലൂടെയും ഈസി മെത്തേഡ്സിലൂടെയും ഫോറിൻ ലാംഗ്വേജിന് സാമ്പിൾ ഇൻട്രൊഡക്ഷൻ നൽകി. അതിൽ ആദ്യത്തേത് ഒരു ഫ്രഞ്ച് കോഴ്സായിരുന്നു. പിന്നീട് ജർമ്മൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ, റഷ്യൻ തുടങ്ങിയ ഭാഷകളിലും ആരംഭിച്ചു. ഈ കോഴ്സുകളെല്ലാം പ്രൈവറ്റ് ലേണേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആരംഭിച്ചിരുന്നത്. ബ്രീഫ് ഗ്രാമാറ്റിക്കൽ സമ്മറീസ്, വൊക്കാബുലറി ഐറ്റംസ്, സെറ്റ്സ് ഓഫ് സെൻറ്റൻസസ് ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു മദർ ടങ് തുടങ്ങിയവയാണ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 1835 എ നീറ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് ടു റീഡ്, റൈറ്റ്, സ്പീക്ക് എ ലാംഗ്വേജ് ഇൻ 6 months എന്ന കോഴ്സ് ഓഫ് സീരീസ് H.G. ഒലൈൻഡ്രഫ് കൊണ്ടുവരുന്നത്. ജർമ്മനിൽ തുടങ്ങിയ കോഴ്സ് പിന്നീട് ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ് എന്നിവയിലേക്ക് വ്യാപിച്ചു. യൂണിവേഴ്സിറ്റികൾ അഡോപ്റ്റ് ചെയ്ത പബ്ലിക് എക്സാമിനേഷൻ കൺട്രോൾഡ് സിസ്റ്റത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആവിഷ്കരിച്ചത്. മിഡിൽ ക്ലാസ് എഡ്യൂക്കേഷൻ, മെയിൻറ്റെയിനിങ് ഓർഡർ, യൂണിഫോമിറ്റി, അക്കാദമിക് സ്റ്റാൻഡേർഡ് എന്നിവയെല്ലാം മുന്നിലേക്ക് നയിക്കാൻ ഈ മെത്തേഡ് സഹായകമായി. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ലേണേഴ്സിന് അറിയാവുന്ന മദർ ടങ്ങും പഠിക്കേണ്ട വിദേശ ഭാഷയും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അധ്യാപകന് ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ടാർഗറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ പഠിക്കേണ്ട ഭാഷ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടാർഗറ്റ് ലാംഗ്വേജ് ഓതേഴ്സ് എഴുതിയ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അവരുടെ സംസ്കാരവും മനസ്സിലാക്കാൻ സാധിക്കും. സ്ട്രെസ് ചെയ്തുള്ള പഠനമല്ല, വായനയിലൂടെയാണ് ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നത്. മദർ ടങ്ങിൻ്റെ റിസോഴ്സസ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നു. ഗ്രാമർ റൂൾസ് ഓർത്തുവെക്കാൻ സാധിക്കുന്നു. മദർ ടങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വ്യക്തമായി അർത്ഥം മനസ്സിലാക്കാനും അനായാസം വിശദമായി പഠിക്കാനും സാധിക്കും. വൊക്കാബുലറിയിലെ വേർഡ്സിൻ്റെ എണ്ണം കൂടുന്നു. എഴുതിയും മനസ്സിലാക്കിയും പഠിക്കുന്നു. ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ദി ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ടാർഗറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ പഠിക്കേണ്ട ഫോറിൻ ലാംഗ്വേജ് ഏതെല്ലാം ടെക്നിക്സിലൂടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വഴി പഠിക്കുന്നെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വേ, ലേണേഴ്സ് ടാർഗറ്റ് ലാംഗ്വേജ് മദർ ടങ്ങിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വഴി ടാർഗറ്റ് ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കും. സെക്കൻഡ് വേ ആണ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. തേർഡ് വേ, ടാർഗറ്റ് ലാംഗ്വേജിലെ വേർഡ്സിൻ്റെ സിനോണിംസ് കണ്ടെത്തി പഠിക്കുക. ഫിഫ്ത്ത് വേ, ഗ്രാമർ റൂൾസ് ഡെഫിനിഷൻസിനേക്കാൾ എക്സാമ്പിൾസ് മുൻനിർത്തി പഠിക്കുക. സിക്സ്ത് വേ, ടാർഗറ്റ് ലാംഗ്വേജിൽ നിന്നും പഠിച്ച വാക്കുകൾ സെൻറ്റൻസിൽ ഉൾപ്പെടുത്തി പഠിക്കുക. സെവൻത്ത് വേ, ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ടാർഗറ്റ് ലാംഗ്വേജിൽ പാസേജസ് എഴുതുക. പോസിറ്റീവ് സൈഡ് കൂടാതെ ചില ഡ്രോബാക്സും ഉണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്. ട്രാൻസ്ലേഷൻ എക്സസൈസസ് ഭൂരിഭാഗവും സെൻറ്റൻസ് ബേസ്ഡ് ആണ്, ടെക്സ്റ്റ് ബേസ്ഡോ അല്ലെങ്കിൽ പ്രഭാഷണ രീതിയിലോ അല്ല. സ്പോക്കൺ ആസ്പെക്റ്റും ഓറൽ കമ്മ്യൂണിക്കേഷനും അവഗണിക്കുന്നു. ഗ്രാമാറ്റിക്കൽ റൂൾസ് ലേണേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മൾട്ടിലിംഗ്വൽ യൂസ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ട്രാൻസ്ലേഷൻ മെത്തേഡ് പഠിക്കാൻ പ്രയാസമാകുന്നു. കൾച്ചർ, റിലീജിയൻ, ഫുഡ്, ക്ലോത്തിങ്, ഫെസ്റ്റിവൽസ് തുടങ്ങിയ ഭാഗങ്ങളിൽ അവയുടെ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ വേർഡ് കണ്ടെത്താൻ ഡിഫിക്കൽട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇഡ്ലി ഒരു ഇന്ത്യൻ വിഭവമാണ്. ഇംഗ്ലീഷിലും ഇഡ്ലിക്ക് ഇഡ്ലി എന്ന് തന്നെയാണ് പറയുന്നത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ് ആണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. നെക്സ്റ്റ് പാർട്ട്, റിഫോം മൂവ്മെൻറ്റ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ കാഠിന്യത്തിനെതിരെയുള്ള പ്രശസ്തമായ റിയാക്ഷനാണ് റിഫോം മൂവ്മെൻറ്റ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ധാരാളം സ്കോളേഴ്സ് അണിനിരന്ന ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ റൂൾസിനും നീണ്ട നിരയിലുള്ള വേർഡ് ക്ലാസസിനും ലിറ്റററി ടേംസിനും എതിരെയുള്ള ആക്ഷനായിരുന്നു റിഫോം മൂവ്മെൻറ്റ്. സ്പീച്ചിന് പ്രാധാന്യം നൽകുക, ടെക്സ്റ്റിൽ കേന്ദ്രീകരിക്കുക, ഓറൽ മെത്തഡോളജിക്ക് മുൻഗണന നൽകുക,
എന്നീ 3 ബേസിക് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിഫോം മൂവ്മെൻറ്റ് സ്ഥാപിച്ചത്. വ്യത്യസ്ത തലങ്ങളിലുള്ള എഴുത്തുകാർ ഈ പ്രിൻസിപ്പിൾസിനെ വ്യാഖ്യാനിക്കുകയും പിന്തുടരുകയും ചെയ്തു. ഇവരിൽ ചിലർ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷന് കൂടുതൽ അറ്റൻഷൻ നൽകുകയും ചെയ്തു. ജോർജ് ബെർണാഡ് ഷായുടെ പ്രശസ്തമായ ഡ്രാമ പിഗ്മാലിയനിലെ ഹെൻറി ഹിഗിൻസ് എന്ന കഥാപാത്രത്തിൻ്റെ മോഡൽ ഹെൻറി സ്വീറ്റ് ആണ് മോഡേൺ മെത്തഡോളജിയുടെ ഫൗണ്ടർ എന്ന് വിശ്വസിക്കാം. ടീച്ചിങ് ഓഫ് ഫോണറ്റിക്സ്, the spoken language, vocabulary, methodological principles covering the major areas of language learning, grammar, the study of text, translation and conversation എന്നിവയുടെ ചാപ്റ്റേഴ്സ് ഹെൻറി സ്വീറ്റിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ട്, പ്രിൻസിപ്പിൾസ് യൂസ്ഡ് ഇൻ ദ ഡയറക്റ്റ് മെത്തേഡ്. റിഫോമേഴ്സ് അഡ്വക്കേറ്റ് ചെയ്ത മെത്തേഡ്സ് റിഫോം മെത്തേഡ്, ഫോണറ്റിക് മെത്തേഡ് എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ അറിയപ്പെട്ടു. എന്നാൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന പേരാണ് 20-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ കൂടുതൽ പ്രശസ്തിയോടെ അറിയപ്പെട്ടത്. യൂസ് ഓഫ് ട്രാൻസ്ലേഷന് എതിരെയായിരുന്നു ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ചില പ്രിൻസിപ്പിൾസ് താഴെ പറയുന്നു. ഫസ്റ്റ് വൺ, ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് ടാർഗറ്റ് ലാംഗ്വേജിലാണ് നൽകേണ്ടത്. സെക്കൻഡ്, ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന വേർഡ്സും സെൻറ്റൻസുമാണ് പഠിപ്പിക്കേണ്ടത്. തേർഡ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകണം. ഫോർത്ത്, ഗ്രാമർ പഠനം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഫിഫ്ത്ത്, പുതിയ ടീച്ചിങ് പോയിൻറ്റ്സ് ഓറലി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സിക്സ്ത്ത്, വൊക്കാബുലറി, ഒബ്ജക്ട്സ്, പിക്ചേഴ്സ് തുടങ്ങിയ ഡെമോൺസ്ട്രേഷനിലൂടെ പഠിപ്പിക്കണം. സെവൻത്ത്, സ്പീച്ച് ലിസണിങ് 2 കോംപ്രഹെൻഷനും പഠിപ്പിക്കണം. എയ്റ്റ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഫോളോ ചെയ്യാൻ തുടക്കം മുതൽ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പാർട്ട്, ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ടെക്നിക്സ്. ഫസ്റ്റ് വൺ, ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടീച്ചേഴ്സ് യാതൊരു കാരണവശാലും ലേണേഴ്സിൻ്റെ മദർ ടങ്ക് ഉപയോഗിക്കില്ല. സെക്കൻഡ്, ടാർഗറ്റ് ലാംഗ്വേജിൽ ചിന്തിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ലേണേഴ്സിനെ പ്രേരിപ്പിക്കുക. തേർഡ്, മദർ ടങ്കോ ഗ്രാമർ റൂൾസോ നൽകാതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എക്സസൈസസ് നൽകുക. ഫോർത്ത്, ഗ്രാമർ പ്രത്യേകം പഠിപ്പിക്കാതിരിക്കുക. ഫിഫ്ത്ത്, ടീച്ചർ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് ലേണേഴ്സിനോട് എഴുതിയെടുക്കാൻ പറയുക. ബോർഡിൽ എഴുതി കൊടുക്കുകയോ നോട്ട്സ് പേപ്പർ ഫോമിൽ നൽകുകയോ ചെയ്യില്ല. സിക്സ്ത്ത്, ഗ്രാമറിനേക്കാൾ വൊക്കാബുലറിക്ക് പ്രാധാന്യം നൽകുക. സെവൻത്ത്, ഡെയിലി ലൈഫിന് അനുസരിച്ചുള്ള ടോപ്പിക്സ് നൽകുക. ഫോർ എക്സാമ്പിൾ ഷോപ്പിംഗ്, മാപ്പ് റീഡിംഗ്, വെദർ, മണി എക്സെട്ര. എയ്ത്ത്, പ്രൊനൗൺസിയേഷന് കൂടുതൽ അറ്റൻഷൻ നൽകുക. ഓറൽ, റൈറ്റിംഗ് 2 രീതികളിലും ടെസ്റ്റ് നടത്തുക. ഇൻ്റർവ്യൂസും കണ്ടക്ട് ചെയ്യാം. താങ്ക് യു.